ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കോന്നിക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബാക്കി എല്ലാവരെയും വിളിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഹൈ കൊടുക്കും. അപ്പോൾ നമ്മൾ അവരെ വിളിക്കാൻ വേണ്ടി പോവാണ്. അവരെല്ലാവരും നേരത്തെ അങ്ങോട്ട് പോയി. അപ്പം മാമൻ്റെ വീട്ടിലാണ് ബാക്കി അവർ, അപ്പോൾ അച്ചു ഒക്കെ. അപ്പം അവരെ അങ്ങോട്ട് ഒന്ന് വിളിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഗൈസ്, നമുക്ക് പോകുന്ന വീഡിയോ എടുക്കാൻ കുറച്ച് ലിമിറ്റ് ഉണ്ട്. കാരണം ആളെണ്ണം കൂടുതലായതുകൊണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഇരിക്കുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. പുറയിലും ഉണ്ട്. സോ നമ്മുടെ കൊച്ചു വണ്ടിയാണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. കേസ് ഫൈനലി ഞാൻ പറഞ്ഞില്ലേ കോന്നി പോകണമെന്ന്. കോന്നിയിലല്ല, ഫസ്റ്റ് നമ്മുടെ ഒരു ചേച്ചി വീടുണ്ട് പന്തളത്ത്. അപ്പം ഞങ്ങൾ ഇതാ അങ്ങോട്ടേക്ക് വന്നത്. എല്ലാവരും സർപ്രൈസായി ഗൈസ്. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വന്ന ആളെവിടെ ഇല്ല. സോ ഞങ്ങൾ പിന്നെ വീഡിയോ കോളൊക്കെ ചെയ്ത് കണ്ട്. പിന്നെ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇവിടെ അടുത്ത് ഗ്രാമപ്രദേശം ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്ന് വെച്ചാൽ കുറച്ച് സിറ്റിന്ന് കുറച്ച് അകത്തോട്ട് വരുന്ന വഴിയാണ്. നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട്. ഇതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു അമ്പലം കാര്യങ്ങളുണ്ട്. അത് ഞാൻ കാണിച്ചു തരാമേ. ഇവിടെ ഒരു അമ്പലമുണ്ട്, തൊട്ടപ്പുറത്തൊരു സ്കൂളാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ കട. സ്കൂളൊക്കെ അടുത്തുണ്ട്. നല്ല രസമായിരിക്കൂലേ ഒരു രാവിലെയും വൈകിട്ടൊക്കെ. ഇതാ വീട്. ഈ വീടിനോട് ചേർന്നാണ് ഇത്രയും ഇതുള്ളത്. നല്ല തണുപ്പുണ്ടല്ലേ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മൾ പന്തളം കൊട്ടാരം, ഞങ്ങൾക്ക് പിന്നെ അവിടെ വെച്ച് വീഡിയോ കാണാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വണ്ടിക്കകത്ത് വരുന്നത് എല്ലാവരും കൂടെ ഇറുകി പിടിച്ചാണ് വന്നത്. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും എടുക്കാനുള്ളൊരു ഇത് കിട്ടിയില്ല. എന്നാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് പന്തളം കൊട്ടാരം കണ്ട്. അയ്യപ്പൻ്റെ കൊട്ടാരം എൻ്റെ ഫേവറേറ്റ് ആണ് അദ്ദേഹം. പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല. നമുക്ക് പിന്നെ വരാമല്ലോ, സമയമുണ്ടല്ലോ. ഞങ്ങളിനി ഇവിടുന്ന് നേരെ കോന്നിയിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മുടെ മാമൻ്റെ വീടുണ്ട്. അവിടെ ചെന്നിട്ട് അങ്ങോട്ട് പോകണം. ഇവിടെ മറ്റില്ല, എന്താ അത് ഡബ്ലൂളിക്ക. ഉപ്പും ഇത് കൂട്ടി കഴിക്കാൻ നല്ലതായിരിക്കും അല്ലേ. ആയിക്കൊള്ളാം, കഴിച്ചു നോക്കിയേ. നല്ല പുളിയുണ്ട്. ഉപ്പും മുളകും കൂടി കഴിക്കാനാണ് നല്ലത്. പക്ഷെ അത് മോളുണ്ട്. ചായ എടുത്തോണ്ട് ഞങ്ങളെല്ലാം വെളിയിലോട്ട് വന്നിരിക്കുക. വീഡിയോ എടുക്കുന്ന അറിഞ്ഞപ്പോൾ കറക്റ്റ് ആറ്റിൽ വിട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷെ ക്ലോസറ്റ് ചിരി അത് കളിച്ച് അമ്മ ഇങ്ങനെ വന്ന് നിൽക്കുക വീഡിയോ എടുക്കാൻ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ തിരിച്ച് പോവാണ്. ഇനി നമുക്ക് പറഞ്ഞില്ലേ കോന്നിയിൽ, ഇനി അങ്ങോട്ട് പോവാം. ബാക്കി ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ ബാ. ഗൈസ്, ഒരു കൂട്ടം ആൾക്കാർ തിന്ന് മുടിപ്പിച്ചിട്ടാണ്. ഇതാണ് ഒന്നാം പ്രതി കാട്ടയടി അടിക്കുന്നത്. ഹായ് 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 പറ. ഞാനൊരു കാര്യം കാണിച്ചു തരാം ഗൈസ്. ഒരു സ്നാപ്പ് ആദി ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ഭയങ്കര ചൂടില്ലേ. അപ്പുറത്തെ കാട്ടിലൊക്കെ പുലിയും പന്നിയൊക്കെ വന്നിട്ടുണ്ട്. അതെ, ആ കാട് ഞാൻ കാണിച്ചു തരാം.
ഇല്ല, കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങും. പുലിയും പന്നി. അല്ല, നമുക്ക് കാട്ടാന വന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകും. അപ്പൊ അതൊക്കെ നീ കാണിച്ചു. അത് കാണിച്ചു. ഇപ്പൊ ഈ കാട് വന്ന അല്ല, അത് കാട്ടാന വന്ന പൊളിച്ച കുറെ സ്ഥലങ്ങളും ഉണ്ട്. ഒരു കടകുറി പുലി വന്ന് കാട് കാണിച്ചു. അപ്പുറത്ത് പുലി വന്നിട്ടുണ്ട്, ഞങ്ങളെ കാണിച്ചിട്ടുണ്ട്. കാണിച്ചു തരാ പോവാതെ. ഇപ്പൊ കാണിച്ചു തരാം. പുലി വന്ന കാട്. ഇതാണ് പുലി വന്ന കാട്. കണ്ടില്ലേ, ഇവിടെ നിന്നാണ് പുലി വരുന്നത് അല്ലേ ഗൈസ്? ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോ ദാണ്ടെ ചാമ്പയ്ക്ക. ഇവിടെയുണ്ട് ചാമ്പയ്ക്ക. ഈ പന്നി ഉള്ളിടത്തോളം കാലം ഒരു പന്നി നമ്മൾ എന്തൊക്കെയാ പറയുന്നേ? ഇവനാണ് അത് പറഞ്ഞത്. ആ, പോയി കുത്തിക്കൊണ്ടുവാ. അതൊന്ന് നോക്കിയ ടേസ്റ്റ്. ഇതൊന്ന് നോക്കിയാ മധുരം. കൊള്ളാവോ? ഉപ്പ് മുളക് ഇട്ട് കഴിക്കണം. എടാ, കൊള്ളാന്ന് വെച്ചാ പറയാ. അതുകൊണ്ടാ തുപ്പി കളഞ്ഞു. ഓക്കെ, സോറി. വണ്ടി ഇങ്ങോട്ട് നീക്കിട്ട് അടിക്കാന്ന് പറഞ്ഞു. അവിടെ പറയാ ഓടി വലിയ ഊതുകരളി. കരളിയാ? കരണ്ടി. കരടി കരണ്ടി. വേറെ ലോക്കൽ സംസാരം. ഒന്നില്ലെങ്കിൽ ഒരു 10-20 പേര് കാണുന്നതാണെങ്കിലും വിചാരിക്കണം. നമ്മുടെ ഫ്രഷ് ഇറച്ചിയും ചോറിയൊക്കെ അതിന് ഇന്ന് 2 ആഴ്ചത്തെ പുലി വരുന്ന കാട്. അറിയത്തില്ല, മറ്റേ റബ്ബർ. വേണ്ട. ഇവിടെ ഇതൊക്കെ ഇറങ്ങും, ആനിമൽസ് ഒക്കെ ഇറങ്ങുന്ന സ്ഥലമായിരുന്നു. കുറച്ചങ്ങോട്ട് ഇവിടെ എല്ലാം കാടാണ്. തിരിച്ചു പോവാം കേസ്. ഞങ്ങൾ തിരിച്ചു പോവാ, കാരണം അങ്ങോട്ട് ഒരുപാട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം പുലിയോ കരടിയോ വീടോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. പിന്നെ അങ്ങോട്ട് പോകുന്ന ചുമ്മാ പ്രശ്നമാവില്ല. പ്രശ്നം നമ്മുടെ ഇറച്ചിയുണ്ട്. നമ്മളെക്കാൾ തോനെ ഊക്ക്. ഓ ശരി. ഇനി ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, ഫുഡ് കഴിക്കാൻ കഴിച്ച. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാം. അപ്പൊ കഴിച്ചിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ കാടാണെന്ന്. അപ്പൊ നമുക്ക് ജസ്റ്റ് മാമൻ നമ്മളെ ഇറക്കാം. അങ്ങോട്ട് ഒന്ന് വിട്ടണം. ഓക്കെ, ഗൈസ്, നമ്മളിപ്പോ പോകുന്നത് ആനക്കാട്ടിലാണ്. ആന വന്നാ കാണിക്കാം കേട്ടോ. ഓക്കെ, തേക്കിൻകാട് എന്ന് പറയുന്നതാ ഗൈസ്. ഇപ്പൊ നമ്മളത് ആ ചെക്ക് പോസ്റ്റിലോട്ട് എടുത്തേക്കാണ്. കോന്നി. കാട്. ആന ജാഗ്രതാ നിർദ്ദേശമൊക്കെ തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നേക്കുന്ന കല്ലേലി അപ്പൻകാവ് എന്ന് പറഞ്ഞ അമ്പലത്തിലാണ്. ഇപ്പം സമയം ഒരു 4 മണി ആവാറായിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ട് ഫുള്ള് ഓപ്പണാണ്. താഴെ ഒരു ചെറിയ അരുവിയൊക്കെ പോലുണ്ട്. അപ്പം നമ്മളിവിടെ അടുത്തൊരു പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കല്ലേലി പാലം. താഴെ കാളുണ്ട്.
ഗൈസ്, അപ്പം നമ്മൾ ചായ കുടിച്ചു. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഗൈസ്, ഫൈനലി നമ്മളെ വീട്ടിൽ വന്നിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അടിപൊളിയായിരുന്നു, ക്ഷീണിച്ച് കുഴഞ്ഞ്. അപ്പൊ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.